നല്ല ഉള്ളുള്ള നല്ല കറുത്ത മുടി ആർക്കാണ് ഇഷ്ടമില്ലാത്തല്ലേ? നമുക്കൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ ചില സമയത്ത് ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മുടി വളരാറില്ല. പിന്നെ അതിൻ്റെ ഉപരിയായിട്ട് മുടി നരയ്ക്കാൻ തുടങ്ങാറുണ്ട് അല്ലേ? അങ്ങനെ ഏറെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒറ്റ സാധനം മതി നമുക്ക് ഇത്രയും കാര്യങ്ങളിനോട് ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് റെഡിയാക്കി യൂസ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി, പുറത്ത് നമ്മളൊന്നും വാങ്ങിക്കണില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നെല്ലിക്ക ഉണങ്ങിയതുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ഥലത്ത് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഉണങ്ങിയ നെല്ലിക്ക കിട്ടുവാണെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ എടുത്ത് പറയണ്ടല്ലോ. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ഒരു നെല്ലിക്കയെ നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഉണ്ടാവണ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് സൊല്യൂഷനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം, ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നെല്ലിക്ക നമുക്ക് പൊടി രൂപത്തിലും അതുപോലെ തന്നെ ഫ്രഷ് നെല്ലിക്ക അല്ലെങ്കിൽ ഉണങ്ങിയ നെല്ലിക്ക എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹെയർ ഓയിലാണ് റെഡിയാക്കണത്. അതിന് വേണ്ടി നമ്മൾ ആദ്യമേ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് 2 സ്പൂൺ നെല്ലിക്ക പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവയും പിന്നെ 5-6 ഗ്രാമ്പും കൂടെ ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലോട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഹാഫ് നിങ്ങൾക്ക് കടുകെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്ക് ഏത് എണ്ണയാണോ സൂട്ട് ചെയ്യണം അതുപോലെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ നല്ല രീതിയിൽ നല്ലതായിട്ട് ഈ നമ്മൾ ചേർത്തേക്കുന്ന പൊടികളൊക്കെ നല്ലതായിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങണ വരെ ഈ വെളിച്ചെണ്ണ നല്ലതായിട്ട് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ മാറുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ നമ്മുടെ എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് നല്ലതായിട്ട് തിളക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തേക്കുന്ന നെല്ലിക്കപ്പൊടിയും ഉലുവയും ഗ്രാമ്പും ഒക്കെ നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കളർ തന്നെ കാണുമ്പോൾ അറിയാം എൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഈ ഒരു എണ്ണയുടെ കളർ നല്ലതായിട്ട് ബ്ലാക്ക് കളർ തന്നെ ആയി കിട്ടണമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെല്ലിക്ക ഉണങ്ങിയത് ഇതുപോലെ ഉണ്ടെങ്കിൽ ഈ എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് നെല്ലിക്ക ഇതുപോലെ മുഴുവനോടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗ്ലാസ് ബോട്ടലിനകത്ത് നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ച് നമ്മളിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ കണക്ക് ഒരു ബോട്ടലിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒന്ന് ഇച്ചിരി ലൂക്ക് വാം ആക്കിയതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയറിനും. ഈ ഒരു എണ്ണ നമുക്ക് ആഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെഡ് വാഷ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രേ ഹെയർ അവോയ്ഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ എന്തെങ്കിലും നമുക്ക് ഇറിറ്റേഷനോ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. നമുക്ക് അറിയാലോ നെല്ലിക്ക പൊതുവേ നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണു കൊടുക്കണതാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മളിതിലോട്ട് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതുപോലെ കോൾഡിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഗ്രാമ്പു നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നരച്ച മുടിയുള്ളവരും ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഹെയർ ഗ്രോത്തിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗ്രേ ഹെയറും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനോട് ഒന്ന് ഷെയർ ചെയ്ത് ചേച്ചീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.